അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. قل أنبئكم بخير من ذلكم للذين اتقوا عند ربهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. صدق الله العظيم. البقرة آل عمران സൂറ ആൽ ഇമ്രാൻ. അൽ ബഖറ എന്ന് കുറെ കാലം പറഞ്ഞു ശീലമായി അല്ലേ. സൂറ ആൽ ഇമ്രാൻ 13 ആയത്തുകൾ പഠിച്ചു. ഇനി 14 മുതലാണ്. സുയ്യിന, സീനത്ത് ഉണ്ട് അവിടെ. ഇത്ര പെണ്ണുങ്ങളുണ്ടായിട്ട് ഒറ്റ സീനത്തും ഇല്ലേ? രണ്ടായാലും പേര് മറുപടി പറഞ്ഞില്ല. സീനത്ത് സയ്യന അലങ്കരിച്ചു. സുയ്യന അലങ്കരിക്കപ്പെട്ടു, അലങ്കാരമാക്കപ്പെട്ടു, നല്ല ചുറുക്കുള്ളതാക്കി എന്നർത്ഥം. ലിന്നാസ് ജനങ്ങൾക്ക്. ഹുബ്ബ് ഇഷ്ടം, സ്നേഹം. അശ്ശഹവാത്ത്, ഷഹവാത്തും ഹുബ്ബും തമ്മില് ഒരു നേരിയ വ്യത്യാസമുള്ളൂ. അതും ഇഷ്ടം തന്നെയാണ്. അത് മോഹം, ഭ്രമം, താല്പര്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഇഷ്ടവസ്തുക്കളോടുള്ള മോഹം, മോഹവസ്തുക്കളോടുള്ള ഇഷ്ടം. എന്തൊക്കെ? മിനൻ നിസാ, പെണ്ണുങ്ങൾ, വൽ ബനീൻ, മക്കൾ, വൽ ഖനാതീർ, കൂമ്പാരങ്ങൾ, അൽ മുഖന്തറ, കൂമ്പാരമാക്കപ്പെട്ട, അട്ടിയായി വെച്ച, മിനൽ ദഹബ്, സ്വർണത്തിൽ നിന്ന്, വൽ ഫിദ്ദ, വെള്ളിയിൽ, വൽ ഖൈൽ, കുതിരകൾ എന്ന് പറയാൻ കാരണം അന്നത്തെ വാഹനം എന്ന നിലക്കാണ്. അൽ മുസവ്വമ, അടയാളപ്പെടുത്തപ്പെട്ട, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാൻഡഡ്.
എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറയാം പുതിയ ഭാഷ. എങ്ങനെയെങ്കിലൊക്കെ ഉരുണ്ട് ഇങ്ങനെ പോയാൽ പോരാ വണ്ടി. വണ്ടി സ്റ്റാർട്ടറാക്കി. വാഹനങ്ങൾ എന്ന് പറയുന്നത് സഞ്ചരിക്കാൻ മാത്രമല്ല, അതൊരു സംഗതിയാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ. വൽ അൻആം, കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ. വൽ ഹർസ്, കൃഷിയിടം. ദാലിക, അത് മതാഅ്, വിഭവമാണ്. അൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിലെ. വല്ലാഹു ഇൻദഹു, അവന്റെ അടുത്തുണ്ട് ഹുസ്നുൽ മആബ്, നല്ല സങ്കേതം, ഏറ്റവും ഉത്തമമായ സങ്കേതം. ഖുൽ, ചോദിക്കുക, അഉനബ്ബിഉകും, ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാൾ നല്ലത്, ലില്ലദീന തഖൗ, തഖ്വയുള്ളവർക്ക്, ഇൻദ റബ്ബിഹിം, തങ്ങളുടെ നാഥങ്കൽ, ജന്നാത്ത്, തോട്ടങ്ങൾ, തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, ഫൗഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ, തഹ്ത് എന്ന് പറഞ്ഞാൽ താഴെ, തഹ്തിഹ അതിന്റെ താഴെ, അൽ അൻഹാർ, നദികൾ, ഖാലിദീന, സ്ഥിരവാസികളാണ്, ഫീഹ, അതിൽ, വ അസ്വാജുൻ, ഇണകളും, മുതഹ്ഹറ, പരിശുദ്ധരായ, വരിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയും, വല്ലാഹു ബസീറും ബിൽ ഇബാദ്, ബസീർ, കണ്ടറിയുന്നവൻ, സൂക്ഷ്മമായി കണ്ടറിയുന്നവൻ, ബിൽ ഇബാദ്, അടിമകളെ. അല്ലദീന യഖൂലൂന, പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഖാല യഖൂലു എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം ഉണ്ടാവും, ചോദിച്ചു എന്നർത്ഥം ഉണ്ടാവും, പ്രാർത്ഥിച്ചു എന്നർത്ഥം ഉണ്ടാവും, കൽപ്പിച്ചു എന്നർത്ഥം ഉണ്ടാവും, സന്ദർഭത്തിനനുസരിച്ച്. അല്ലദീന യഖൂലൂന, ഇവിടെ പ്രാർത്ഥിച്ചു എന്നാണ്. കാരണം അതിന്റെ ശേഷം വരുന്നത് റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നന ആമന്ന, നിശ്ചയമായി ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരേണമേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ, വഖിനാ അദാബന്നാർ, വഖിനാ, ഞങ്ങളെ രക്ഷിക്കണമേ, അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന്. ഇതാണ് അവര് പ്രാർത്ഥിക്കുക. പിന്നെ ബാക്കിയുള്ളതും ഉണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും പഠിക്കാലോ. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് ബദറിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തു അല്ലെ? അപ്പോ ബദറിനെ അനുസ്മരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തത് എന്നൊരു ചോദ്യമായിരുന്നു നിഷേധികളോട് ചോദിച്ചത്. പ്രത്യേകിച്ചും ജൂതന്മാരും ക്രൈസ്തവരും ഉള്ള വേദവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. താലൂത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെ, ഫിലിസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ജാലൂത്ത് വധിക്കപ്പെട്ട, ദാവൂദ് അലൈഹിസ്സലാം രംഗപ്രവേശം ചെയ്ത മഹാസംഭവം. ആ സംഭവവും ബദറും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി, അതിൻ്റെ ഒരു സാദൃശ്യം അപാരമാണ്. എന്ന് മാത്രമല്ല, രണ്ട് വിഭാഗം ആളുകൾ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് വിഭാഗത്തിൻ്റെയും സ്വഭാവം, ഇതൊക്കെ ദൃഷ്ടാന്തമായിരുന്നു മനസ്സിലാക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്. ഉൾക്കാഴ്ചക്ക് കണ്ണട വെച്ചിട്ട് കാര്യമില്ല, പുറം കാഴ്ചക്കാണ്. കാഴ്ച മങ്ങിത്തുടങ്ങിയാൽ കണ്ണട വെക്കുക. അകക്കണ്ണിന് കണ്ണടല്ല, അത് പക്ഷെ കാഴ്ച വേണം. ഈ അകക്കണ്ണ് കൊണ്ട് കാണുന്നതാണ് ഉൾക്കാഴ്ച എന്ന് പറയും, ബസ്വീറത്ത് എന്ന് പറയും.
അപ്പൊ ഇത് വെച്ചുകൊണ്ട് ശരിക്കും അവര് മനസ്സിലാക്കേണ്ടിയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാസംഭവങ്ങളുടെ ആവർത്തനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബദറിൽ പാടുണ്ട് എന്നൊക്കെ. അതിന് പകരം അവർ നിഷേധിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ഇത് എന്താന്ന് ശരിക്കും തിരിയാം. രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊരു വിഭാഗം നിഷേധികളായിരുന്നു. ആ നിഷേധികളായ ആളുകളെ ബദറിലേക്ക് നയിച്ചത് എന്താണ്? വിശ്വാസികളെ ബദറിലേക്ക് നയിച്ചത് എന്താണ്? വിശ്വാസ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനവും അതിന്റെ നിലനിൽപ്പും തുടർച്ചയുമാണ്. അത് വളരെ ക്ലിയറാണ്. അതേ സമയത്ത് നിഷേധികൾ എന്തിനു വന്നു? ചില്ലറ മെനക്കെടൊന്നല്ല അവർക്ക്. മക്കത്തുനിന്നും ബദർ വരെ വരണ്ടേ, കുറെ അധികം സഞ്ചരിച്ചു വരണം. വരുന്നതിപ്പോ സൽക്കാരത്തിനൊന്നല്ലോ, യുദ്ധത്തിനല്ല. അപ്പൊ ഇത്രയും മെനക്കെട്ട് അവര് വരാൻ അവർക്ക് ഉണ്ടായ പ്രചോദനം എന്താണ്? ആ പ്രചോദനത്തിലേക്ക് സൂചന മനുഷ്യന്മാർക്ക് അള്ളാഹു അലങ്കാരമാക്കിയ കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. ഈ ഷഹവത്ത് മോഹങ്ങൾ, എന്തിനോടൊക്കെയുള്ള മോഹങ്ങൾ? സ്ത്രീകളോടുള്ള മോഹം. ഇവര് ജാഹിലിയ സമൂഹം ബദറിലേക്ക് വരുമ്പോ പെണ്ണുങ്ങളായിട്ടാണ് വന്നത് തന്നെ. അവര് ആ സുന്ദരികളായ അടിമ സ്ത്രീകളെ, നമ്മൾ ഈ അടിമ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കറുത്തിട്ടാണ്. അതെങ്ങനെ നമുക്ക് അങ്ങനെ മനസ്സിലായത് എന്നറിയില്ല. ആഫ്രിക്കൻ അടിമകളെ കുറിച്ച് വിചാരമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ടായിരിക്കും എന്നാലും അങ്ങനെ തോന്നുന്നു. പക്ഷെ അടിമ എന്ന് പറഞ്ഞാൽ കറുത്തതായിക്കൊള്ളണമെന്നൊന്നുമില്ല. കറുത്ത അടിമകൾ ഉണ്ടാവും, വെളുത്ത അടിമകളും ഉണ്ടാവും. അടിമ എന്ന് പറയുന്നതിന്റെ നിറം കറുപ്പ് അങ്ങനല്ല. സൗന്ദര്യമൊന്നും ഇല്ലാത്ത, ആകെ ഇങ്ങോട്ട് എന്തെല്ലോ ആയ ഒരു കോലം, അങ്ങനൊന്നുമല്ല. അടിമകളിൽ സുന്ദരന്മാരുണ്ടാവും. യൂസുഫ് നബിനെ അടിമച്ചന്തയിലല്ലേ വിറ്റത്? ഞാൻ ഇതിനെക്കടപ്പുറം എന്ത് പറയാനാണ്? മനുഷ്യന്മാരെ പിടിച്ച് അടിമകളാക്കല്ലേ. ആ മനുഷ്യന്മാരിൽ എന്തെല്ലാം വെറൈറ്റി ഉണ്ടോ അതൊക്കെ അടിമകളിലും ഉണ്ടാവും. പൊട്ടക്കിണറല്ല എന്നാ പറയണത്. യൂസുഫിന് വിറ്റ കിണറ് പൊട്ടക്കിണറല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളം മുക്കാൻ വന്നത്. പൊട്ടക്കിണറ്റിൽ വെള്ളം മുക്കാൻ വരില്ല. അപ്പൊ ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ട് അടിമച്ചന്തയിൽ വിൽക്കുകയാണ്. അപ്പൊ ഒരു ഘട്ടത്തിൽ, കുറഞ്ഞൊരു സമയത്തേക്കാണെങ്കിൽ പോലും യൂസുഫ് നബി എന്തായിട്ടുണ്ട്? യൂസുഫ് നബിനേക്കാൾ സൗന്ദര്യമുള്ള ആരാള്? അപ്പോ ലോകസുന്ദരനാണല്ലോ. അപ്പൊ സൗന്ദര്യവും അടിമത്വവും തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇവര് വരുമ്പോൾ സുന്ദരികളായ അടിമ സ്ത്രീകളെയുമായി വന്നു. അവരുടെ പണി എന്താന്ന് വെച്ചാൽ ഇവരെ മോഹിപ്പിക്കലും പ്രചോദിപ്പിക്കലും ഇവരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യലും ഒക്കെയാണ്. അവര് യുദ്ധത്തിന്റെ തലേന്ന് അവർക്ക് പണി ഇതാണ്: പോരാളികളെ ത്രസിപ്പിക്കുക, അവരെ സുഖിപ്പിക്കുക, അവരെ മോഹിപ്പിക്കുക. ഇപ്പൊ യുദ്ധത്തിനാണ് വരുന്നതെങ്കിലും യുദ്ധത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ എന്താണുള്ളതെന്ന് വെച്ചാൽ സമ്പത്ത് കിട്ടും. പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കച്ചവട സംഘത്തെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് കുപ്രചരണം നടത്തിയത്. പിന്നെ മനസ്സിലായി തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല എന്ന്. പക്ഷെ എന്നാലും മദീനയിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു യുദ്ധം കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോ ചരക്കുകൾ, സ്വർണം, വെള്ളി, അന്ന് സ്വർണ്ണമായിട്ട് തന്നെ
സ്വർണ്ണ നാണയങ്ങളുള്ള കാലമാണ്. ഇന്നിപ്പോ ദീനാർ, കുവൈത്ത് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊന്നുമല്ല, അതിന്റെ പേരാണ്. പക്ഷെ അന്ന് ദീനാറ് ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണവും വെള്ളിയും തന്നെയാണ്. പിന്നെ കന്നുകാലികൾ, നല്ല നല്ല വണ്ടികൾ, ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഒരു മോഹമാണ്. അപ്പൊ ഭൗതികന്മാരായ ആളുകൾ അവരെ നയിക്കുന്നത്, അവരെ പ്രചോദിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇപ്പുറത്ത് നോക്കുമ്പോ ഇവരെ എന്താണ് നയിക്കുന്നത്? ഇവരെ വിശ്വാസമാണ് നയിക്കുന്നത്. അപ്പൊ ഒരു വേള വേണമെങ്കിൽ ഒരു ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നാം, ഇത് നല്ല കളർഫുൾ ആണല്ലോ, പൈസ ഉണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, പെണ്ണുണ്ട്. ഇപ്പുറത്തോ എന്താള് സാധുക്കള്, അവർക്കൊന്നുമില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ ഇവർക്ക് കിട്ടുമെന്ന് ഇവർ കരുതുന്ന ഇക്കണ്ട മുഴുവൻ സ്വത്തുക്കളെക്കാൾ വലിയതാണ് ഇപ്പുറത്തുള്ളവർ കരുതുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഭൗതികമായ വിഭവങ്ങൾ എത്ര മുന്തിയ ഇനമാണെങ്കിലും ഭൗതിക ലോകത്ത് പരിമിതമാണ്. എത്ര വലിയ മോഹങ്ങളും അത് കൈവശപ്പെടുത്തുന്ന നിമിഷം വരെ മാത്രമുള്ളതാണ്. അത് കൈവശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോഹമൊന്നുമില്ല. ഒരാള് അയാളുടെ വീടിന് സ്വർണത്തിന്റെ വാതിൽ വെച്ചു എന്ന് വിചാരിക്കുക. ആ സ്വർണവാതിൽ വെക്കുന്നത് വരെയാണ് അയാൾക്ക് അത് സംഭവം. വെച്ച് കുറച്ച് ദിവസവും വേണമെങ്കിലും ഉണ്ടാവും, ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ. പിന്നെ പടുമരം കൊണ്ടുണ്ടാക്കിയ വാതിൽ കട്ടലിന്റെ ഉള്ളിലൂടെ പോണ ഒരു മനുഷ്യൻ പോണമാതിരി തന്നെയാണ് അയാളും വാതിൽ കടന്നു പോവാ. പടുമരത്തിന്റെ വാതിൽ വെച്ചവന് ബേജാറുണ്ടാവൂല, അത് ചെതിൽപ്പിടിച്ചു പോകുമെന്ന് മാത്രമേ ബേജാറുണ്ടാവൂ. ഇവനതല്ല ബേജാറ്, വാതിൽ തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ബേജാറാണ് ഇവനുണ്ടാവുക. മോഹങ്ങളുടെ ഒക്കെ അവസ്ഥ അത്രയുള്ളൂ. നല്ല ഭക്ഷണം വേണം, അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെലവാക്കും, എത്ര സമയം, എത്ര ഇഞ്ച് സ്ഥലത്താണ് ഈ രുചി എന്ന് പറയുന്നത് ഉള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ മന്തി ആയാലും മറ്റേ പുതിയ എന്താ കാതറോ എന്തോ ഒരു ബിരിയാണി കാബിരി ആയാലും പിരിപിരി ആയാലും എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ടെല്ലാം ഒരേ മാതിരി തന്നെ. അപ്പൊ എവിടെ ഇപ്പൊ ഇതുള്ളത്? ആ ഒരു ഇത്തിരി പോകുന്ന സ്ഥലത്ത്, ആ ഇത്തിരി പോകുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ഇതെല്ലാം ഒരുക്കിയത്. അതിന്റെ ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടി നമ്മൾ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളു കാണുന്ന ഫോട്ടോ ഉണ്ടാവും. പല ജാതി 100 കണക്കിന് സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ 100 കണക്കിന് സാധനം ഉള്ളതിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു കുറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിതെല്ലാം കൂടി വലിച്ചു വാരി നിക്ഷേപിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ, അതെപ്പോ ചിന്തിക്കണം? ഖുറാൻ ക്ലാസ്സിൽ നിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാ, ആ സ്പൂണും കൊഞ്ചും വേണ്ട എന്ന് വെക്കുക. കാരണം ഇതെല്ലാം കൂടി കൊള്ളിക്കണ്ടേ. മോഹങ്ങൾ അത്രേ ഉള്ളൂ. വീടാണെങ്കിലും പെണ്ണാണെങ്കിലും കാമുകന്മാര് അവര് എല്ലാം ത്യജിക്കും, ത്യാഗം സഹിക്കും. ഉമ്മനെയും വാപ്പനെയും വേണ്ടാന്ന് പറയും. ABS കോർപ്പസ് കൊടുത്താൽ കോടതി നിന്ന് ആരെ കൂടെ പോകണമെന്ന് വെച്ചാൽ അവന്റെ കൂടെ എന്നോട് പറയും. എത്ര ദിവസത്തേക്ക്, എത്ര കാലത്തേക്ക്? ദുനിയാവിലെ മോഹങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? പരിമിതമായ കാലത്തേക്കും സമയത്തേക്കും സ്ഥലത്തേക്കും ഉള്ളതാണ്. എന്നാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതെന്താണ്? അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഖാലിദീന ഫീഹ എന്നതാണ്. അവിടെ മടുപ്പുണ്ടാവൂല, ചടപ്പുണ്ടാവൂല, മതിയാവൂല. ഈ മടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ദുനിയാവിന്റെ പ്രത്യേകതയാണ്. എത്ര മുന്തിയത് കിട്ടിയാലും മടുക്കും. മഞ്ഞ സൽവയും കൊടുത്തിട്ട് മടുത്തില്ല ടീമിന്.
ദുനിയാവിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും, എത്ര നല്ല ആഭരണം കിട്ടിയാലും, എത്ര നല്ല വീട് കിട്ടിയാലും അത് കിട്ടുന്നത് വരെയുള്ള മോഹങ്ങളേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടുടനെ ആഗ്രഹങ്ങൾ മാറും. അതാണ് ഈ ദുനിയാവിന്റെ പ്രകൃതം. അതേ സമയത്ത് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമം ഖാലിദീന ഫീഹ, അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അവിടെ മടുപ്പില്ല. ഒരു ഓഫറും കൂടെ ഉണ്ട്. അസ്വാജും മുതഹ്ഹറ, ആണാണെങ്കിൽ പെണ്ണ്, പെണ്ണാണെങ്കിൽ ആണ്. അതാണ് അസ്വാജ്, ഇണ എന്ന് പറയുന്നത്. ഇണകൾ ഒരിക്കലും ഒരുപോലെ ആവൂല. ഒരുപോലെ ആയാൽ ഇണകളാവാൻ കഴിയൂല. ഇണകളാവണമെങ്കിൽ വ്യത്യാസം വേണം. വ്യത്യാസം ഉണ്ടെങ്കിൽ ഇണയാവുള്ളൂ. കുപ്പിന്റെ മയൽ തന്നെയാണ് കുപ്പിന്റെ മൂടിയെങ്കിൽ പിന്നെ കുപ്പിക്ക് മൂടിയിടാൻ കഴിയില്ല. അയ്യോ ഇല്ല. അപ്പോ കൂട്ടിന്റെ മയൽ തന്നെ ആയിരിക്കൂല താക്കോല്. അപ്പൊ വ്യത്യാസം ഉണ്ടാവുമ്പോഴാണ് ഇണയാവുള്ളൂ. രാവും പകലും ഇണകളാണ്, വെളിച്ചവും ഇരുട്ടും ഇണകളാണ്. കാലിന്റെ 2 ചെരുപ്പുകൾ ഇണകളാണ്, ഒരു ജോഡി. ഒന്ന് ഇടത്തോട്ടും തിരിഞ്ഞു, ഒന്ന് വലത്തോട്ടും തിരിഞ്ഞു. ഞാൻ സമ്പൂർണ്ണ സമത്വം ആഗ്രഹിച്ചിട്ട് 2 ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ചെരുപ്പിട്ടാല് അത് സമത്വമൊക്കെ ആയിരിക്കും, പക്ഷെ എന്തായിരിക്കൂല, നടക്കാൻ കഴിയില്ല. അതാണ്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ആണിനെയും പെണ്ണിനെയും ഒന്നാക്കാൻ മെനക്കെടുന്നവര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നന്ന ചുരുങ്ങിയത് കാലിലെ ചെരുപ്പെങ്കിലും ഒരേ മാതിരിയാക്ക്, എന്നിട്ട് വാ. അപ്പോ ഇണകളാണ്. പക്ഷേ ഇണകളായി ജീവിക്കുമ്പോൾ തന്നെ ഈ വ്യത്യസ്തതകൾ നമ്മളിൽ 2 ഫീലിംഗ് ഉണ്ടാകും. ഒന്ന്, വ്യത്യസ്തതകൾ കൊണ്ടാണ് ഇണകളാവുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ഗുണം. 2, ഒരു ചേരായിക, ഒരു പോരായിക ഉണ്ടാവും. പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചേരുന്നത് ചേരാത്തതിനേക്കാൾ കൂടുതലുണ്ട് എന്ന ഹൈറിൽ ഇങ്ങനെ പോവാണ്. കാരണം 2 വ്യക്തികളാവുമ്പം തന്നെ, ഒരു വ്യക്തിക്ക് തന്നെ ഇന്നത്തെ അഭിപ്രായക്കുമല്ലോ നാളെ. 2 ആളല്ലേ, ഒരാള്. എനിക്ക് തന്നെ ഇന്നലത്തെ അഭിപ്രായക്കുമല്ലോ എന്നുണ്ടാകും, വ്യത്യാസമുണ്ടാവും. അപ്പൊ പിന്നെ ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിൽ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഒരേ പള്ളയിൽ നിന്ന് വന്നാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, പലതരം അഭിരുചികൾ. അപ്പൊ പിന്നെ ആണും പെണ്ണും എന്ന് പറയുന്ന 2 എണ്ണം ആവുമ്പോ എന്തായാലും ഒരേപോലെ ആയിരിക്കൂല. കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ ഏതോ ഒരു പോയിന്റിലൊക്കെ ചിലപ്പോൾ യോജിക്കൂ. 2 ആൾക്കും ചുവപ്പ് ഇഷ്ടം, 2 ആൾക്കും പച്ച ഇഷ്ടം ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ തൽക്കാലം ഞാൻ പച്ച ഇഷ്ടപ്പെടല നല്ലതെന്ന് വിചാരിച്ചിട്ടിരിക്കും, അങ്ങനെ വിചാരിക്കും ചിലപ്പോൾ. കാരണം കൂടെ ഉള്ളതിന് അതാ ഇഷ്ടം, തൽക്കാലം എന്താ നല്ലത്, നല്ല രസമുണ്ടല്ലോ എന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതായിരിക്കൂല. അപ്പൊ 2 രീതി, 2 അഭിരുചി, 2 ശീലം, 2 സംസ്കാരം, 2 രീതി. ഈ ഇന്നലെ പറഞ്ഞാലല്ലോ എന്ന് പറയണത്, അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഇന്നലെ പറഞ്ഞാലല്ല എന്ന് പറയാ. നമ്മുടെ ശരീരത്തിലെ തൊലികൾ പോലും ഇന്നലത്തതല്ലെന്നാണ് പറയണത്. അതന്നെ കോശങ്ങളൊക്കെ നശിച്ച് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇന്നലത്തതൊന്നും ഇന്ന് നമ്മളിപ്പോ ചെറുപ്പം മുതലുള്ള കൈയല്ലേ നമുക്കുള്ളത്. എന്നാ ആ കൈയൊന്നും ഇല്ലപ്പോ, ആ കൈയൊക്കെ പോയി വേറെ വന്നിരിക്കുന്നു. അത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? എവിടെങ്കിലും ഒന്ന് തോല് ഒളിഞ്ഞാലാ മനസ്സിലാവുക. ആ തോല് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോ മാറി വേറെ വരും. ഇതെല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അസ്വാജുൻ മുതഹ്ഹറ. ആ പോരായികളും ചേരായികളൊക്കെ ഒഴിവായിട്ട് ഉള്ള ഇണകളായിരിക്കും. അപ്പൊ അതിനെ വേറെ കൊണ്ടുവരികയാണോ? വേറെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഇപ്പൊ നിലവിലുള്ളത് തന്നെ ആവാം. പക്ഷെ ഈ പൊന്ന് പ്യൂരിഫൈ ചെയ്യും.
പൊന്നിൻ്റെ അകത്ത് കുറെ ചെമ്പും വിളക്ക് സാധനങ്ങളും അതും ഇതെല്ലാം ഉണ്ടാവുമല്ലോ ആഭരണത്തിൽ. ഇത് തട്ടാൻ മൂശയിൽ വെച്ച് ചൂടാക്കി ഉരുക്കി ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വേറെ ലോഹങ്ങളൊക്കെ പുകയായിട്ട് പോകും, കത്തിപ്പോവും. എന്നിട്ട് തനി തങ്കം മാത്രം ബാക്കിയാവും. ആ തനി തങ്കം ബാക്കിയാക്കുന്ന ഒരു പണിയുണ്ട്. ഇതുപോലെ നമ്മുടെ ഇണകളിൽ നമ്മളുമായുള്ള ചേരായികളും പോരായികളും ഒക്കെ എന്താക്കും? അതൊക്കെ പോയിട്ട് അസ്വാജുൻ മുതഹ്ഹറ, നല്ല പ്യൂരിറ്റി ഉള്ള 916 ഒക്കെ ഉള്ളതാണ്. അതിനേക്കാട്ടി അപ്പുറം 916 കഴിഞ്ഞാൽ 1000ലേക്ക് ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. 1000 ആയിട്ടില്ല, 916 ആയിട്ടേ ഉള്ളൂ. 1000 ആവണം, ഇനിയും ബാക്കിയുണ്ട്. ഇതങ്ങനല്ല, മിയ 100ക്ക് 100. പഠിച്ച തമ്പുരാനെ ഇവിടെ ഉള്ളവരെന്നാണോ അവിടെ വിചാരിച്ച് ബേജാറാണ്ട. ഇവിടെ ഉള്ളത് എന്താക്കാണ്? ക്ലിയർ ആക്കിയിട്ടാണ്. അതാണ് സ്വർഗം. അപ്പൊ ഇവിടെ ഉള്ള വിഭവങ്ങളെ തേടി അന്വേഷിച്ചു പോകുന്ന ആളുകൾ ഒരു ഭാഗത്തും, പരലോക വിഭവങ്ങൾ അന്വേഷിച്ചു പോകുന്നവർ മറുഭാഗത്തും നിന്നുകൊണ്ടാണ് ആ വലിയ പോരാട്ടം നടന്നത്. അപ്പൊ അവിടെ ആർക്കാണ് ലാഭം, ആർക്കാണ് മെച്ചം എന്ന് മനസ്സിലാവുക മറുലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്കാണ്. സ്വർഗമുണ്ട്, ആ സ്വർഗത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. ഇതിന്റെ ഒക്കെ പുറമെയാണ് വരിവാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ റിള എന്ന് പറയുന്നത്. അള്ളാഹു തന്റെ അടിമകളെ കണ്ടറിയുന്നവനാണ്. ഈ അടിമകളുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഇത് നമ്മൾ പഠിച്ച് ശീലിക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബന ഇന്നന ആമന്ന, ഞങ്ങളുടെ നാഥ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. അപ്പൊ വിനയാന്വിതരായിരിക്കും മുഅ്മിനീങ്ങൾ. ഞങ്ങള് സ്വർഗം കണ്ടിട്ടാണല്ലോ പണിയെടുക്കണേ, ഞങ്ങള് അങ്ങനൊന്നല്ല. മുഅ്മിനീങ്ങളുടെ ഭാവം എന്തായിരിക്കും? കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ ഒരു ഭയങ്കര സംഭവമാക്കിയിട്ടായിരിക്കൂല. അവര് പുറത്തു തരണേ പഠിച്ചവനെ. ഇപ്പൊ നിസ്കരിച്ചു, നമ്മൾ അമലുകളെ കുറിച്ച് പറയുമ്പോൾ പേരെ നിസ്കാരമാണ്. നിസ്കരിച്ചു, ഞാൻ നിസ്കരിച്ചു എന്നതിന് പകരം പഠിച്ചോനെ നിസ്കരിച്ചെങ്കിലും അതിൻ്റെ അകത്ത് എന്തല്ലോ അല്ലേ, ചിന്ത മാറിപ്പോയിട്ടുണ്ടാവും, കൈ വെച്ച് തെറ്റിപ്പോയിട്ടുണ്ടാവും, അന്നേരം തന്നെ വേറെ സ്റ്റവ് ഓഫാക്കിയനോ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ടാവും, പല ജാതി കുലുമാലുകൾ ഉണ്ടാവും. പഠിച്ചോനെ ഇതൊക്കെ ഈ പുറത്തു തരണേ. ഒരു ചങ്ങാതി ചോദിക്കുന്നുണ്ട്, നിസ്കരിച്ച ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് പറയണേ, നിങ്ങൾ എന്തോ വലിയ പാപം ചെയ്താണോ? ഇപ്പോ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്, ശരി, അപ്പൊ എന്തോ ഒരു വർക്ക് ചെയ്താണില്ലേ എന്ന്. അങ്ങനല്ല. അത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണ എന്താണ്? ഈ നിസ്കാരത്തിലും എന്ത് സംഭവിക്കാം? പോരായികൾ ഉണ്ടാവാലോ, അത് പുറത്തു തരണേ എന്താ. അപ്പൊ റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ്. അപ്പൊ ഇത്രയുമാണ് ആയത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇനി പൊതുവിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട വസ്തുക്കളോടുള്ള ഹുബ്ബിനെ കുറിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? സ്ത്രീകൾ എന്നിവിടെ പറയാൻ കാരണം ലിന്നാസ് എന്ന് പറയുന്നത് പുല്ലിംഗ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ എന്താണ് എതിർ ലിംഗത്തിൽപ്പെട്ടതിനെ പ്രത്യേകം പറഞ്ഞത്. സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ പുരുഷൻ എന്ന് വരും, അങ്ങനെയാണത് വരിക. ഭാഷാപരമായിട്ട് ഇവിടെ ഇത് പുല്ലിംഗാവുമ്പോൾ അത് സ്ത്രീലിംഗായതാണ്.
കാരണം ആണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്ന വൃത്തികേട് പ്രചാരം നേടിയ സാധനമല്ല. ലൂത്ത് നബിന്റെ കാലം മുതൽ ഉണ്ടെങ്കിലും അത് ഇപ്പോഴത്തെ പോലെ അങ്ങനെ സാർവത്രികമായ ഒരു സംഗതിയല്ല. അപ്പോൾ ഇവിടെ പറയുന്ന വസ്തുക്കളോടുള്ള മോഹം, അതിൽ സ്ത്രീകൾ, മക്കൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കുമ്പാരങ്ങൾ, നല്ല വാഹനങ്ങൾ, കന്നുകാലികൾ, കൃഷിയിടങ്ങൾ, ഇതിനോടൊക്കെ ഇഷ്ടം തോന്നുക, മോഹം തോന്നുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? എന്താ ഒരു പ്രത്യേക ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ളവരൊന്നും ഉണ്ടല്ലോ. എന്താ നിങ്ങൾ പറയും, അഭിപ്രായം പറയും. നിങ്ങൾ ഖുർആൻ പഠിച്ച ആൾക്കാരല്ലേ? ഖുർആനിന്റെ, ഇസ്ലാമിന്റെ ഇത്തരം വിഭവങ്ങളോടുള്ള ഇഷ്ടത്തെ കുറിച്ച കാഴ്ചപ്പാട് എന്താണെന്നാണ് എന്റെ ചോദ്യം. ഒരു 5 ബെഞ്ച് കഴിഞ്ഞിട്ടുള്ളവർ പറയും. പറയൂ, നിങ്ങൾ ഞാൻ പറയണമെന്ന് കേൾക്കണില്ലേ? ഇവിടെ അങ്ങോട്ട് ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടോ? അതുപോലും ഒന്നും പറയണില്ലല്ലോ. അവ കേൾക്കുന്നുണ്ടാവില്ലേ? അതാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അവിടുന്ന് ഒരു ഭാവമാറ്റവും കാണുന്നില്ലല്ലോ. അൻസുർക്ക ഒരു സമാധാനങ്ങളുള്ള അറിയും. യെസ്, അതായത് ഇവിടെ സുയ്യിന ലിന്നാസ് എന്നാണ് പറഞ്ഞത്, അലങ്കാരമാക്കപ്പെട്ടു. ആരാണ് കർത്താവ്? ജനങ്ങളോ? അള്ളാഹു ആണ്. അലങ്കാരമാക്കിയവൻ ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു മനുഷ്യന്മാരുടെ മനസ്സിൽ ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പാടില്ല എന്നറിയൂല. അള്ളാഹു ആണ് ഇതിനോടൊക്കെ ഉള്ള ഒരു അലങ്കാരം മനുഷ്യന് തോന്നിച്ചത്. ഇപ്പൊ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒന്ന് സ്ത്രീകൾ, പുരുഷന്മാർ. പുരുഷന്മാർക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആകർഷണോ ഒന്നും തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം നിലക്കൂല. ഇഷ്ടങ്ങളുടെ കാര്യത്തിൽ തന്നെ ഉണ്ട് വമ്പിച്ച അത്ഭുതം. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ ഇഷ്ടമല്ല. 33 ആള് വന്ന് കണ്ടുപോയിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ 34ാമത്തെ ആള് വന്നിട്ട് പറയും എനിക്ക് ഇതിനെ മതി. അപ്പോ കണ്ടൊക്കെ പോകുന്ന സമയത്ത് ആരോ പറഞ്ഞു നിങ്ങൾ നല്ലോണം ആലോചിച്ചോളിച്ചോ, കണ്ടവാൻ ആള് വന്ന് കണ്ടുപോയതാണ്, എന്നിട്ടും ആടെ നിൽക്കണത് എന്ന് ചിലപ്പോ മുടക്കൂ. എന്നാലും ഇപ്പം പറയും എനിക്കിനി വേറെ വേണ്ട, ഇതന്നെ മതി. അപ്പൊ എന്താ? അപ്പൊ അതിന് ന്യായമൊന്നുമില്ല. ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത് കൊണ്ടുപോയി വെച്ചത് മുതൽ ഒരുപാട് ആള് വന്ന് നോക്കിയ കുപ്പായിരിക്കും, തിരിച്ചും മറിച്ചും നോക്കൂ, അവിടെ വെച്ചു പോകും. അങ്ങനെ ഒരു 113ാമത്തെ ആള് വന്നിട്ട് അത് ഇടുക്കിന്നറിയും. ഈ സെയിൽസ്മാൻ തന്നെ അത് കാണിച്ചു കൊടുത്ത് മതിയായി ഉണ്ടാവും, കാരണം ആരും വാങ്ങുന്നില്ല. അപ്പോ അയാൾക്ക് തന്നെ ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ അത് കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് അയാൾ കാണിച്ചു കൊടുക്കാണ്ട് വെച്ചതേക്കും. പക്ഷെ ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് അത് എടുക്കുകയായിരുന്നു. ഇത് നല്ലതാണല്ലോ, ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. ഫിറ്റ് ചെയ്തോളി. ഇയാള് പറയോ? ഇയാളെ മനസ്സിൽ തോന്നില്ല ഇതെന്തൊരു മനുഷ്യരാ, എത്ര ആളായി ഈ സാധനം വന്ന് തൊട്ട് നോക്കി പോളും. പക്ഷെ അയാൾ പറയില്ല, കാരണം ഇയാൾക്ക് അതും വിൽക്കണം. പക്ഷെ അയാൾ അത് ഇട്ട് നോക്കി, കണ്ണാടി നോക്കി, സെൽഫി ഒക്കെ എടുത്ത് ഓക്കും അയച്ചെടുത്ത് ഓളും പറഞ്ഞു എന്തൊരു ഭയങ്കര അത്ഭുതം, ഭയങ്കര കുപ്പായം, ഇത് എവിടുന്ന് എങ്ങനെ കിട്ടിയത്, റെയർ പീസാണല്ലോ. റെയർ പീസാണ്, ആരും എടുത്തില്ല ഇത്.
അതാണ് ഇഷ്ടം. അതിന് പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ച് അതിനൊരു ന്യായമൊന്നുമില്ല. ആ ആ കണ്ണിന്റെ അപ്പുറത്ത് ഒരു പണ്ഡിതൻ പറഞ്ഞിരുന്നു, ഈ ആൺ പെണ്ണ് വർഗത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സൗന്ദര്യം ആണിനാണ്. പക്ഷെ ആണിന്റെ കണ്ണിന് പെണ്ണ് സുന്ദരിയാണ് എന്ന് തോന്നിച്ചതാണ്. ഇല്ലെങ്കിൽ കഥ കാണായിരുന്നു. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൂവൻകോയും പെടക്കോയും. പൂവൻകോയിനെ കാണുമ്പോ തന്നെ എന്തൊരു ഹാരാണ്, പെടക്കോയിന്റെ കോലെന്ത്. എല്ലാ ജീവികളും, സിംഹം, മയില്, സകലതും. മനുഷ്യനും ശരിക്കും അങ്ങനെയാണെന്നാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിലും അല്ല, അതുകൊണ്ടാണല്ലോ ഈ ആഭരണമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തോ ഒരു അത്. പക്ഷെ മാഷ് പറഞ്ഞ പോലെ കണ്ണിലാണ്, മനസ്സിലാണ് എന്ത്, അതിനോടൊരു പ്രത്യേക ഇഷ്ടം, സ്വന്തമാക്കണമെന്നൊരു തോന്നൽ സംഗതി. ഈ സംഗതി എന്ന് പറഞ്ഞ സാധനം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യന്മാരെ മനസ്സിലിട്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീകളോട് മാത്രല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നും ഒരു ഇഷ്ടം. കുഞ്ഞുങ്ങൾ, എന്തെല്ലാം പ്രചരണങ്ങൾ ഇവിടെ നടന്നു. നാം രണ്ട്, നമുക്ക് രണ്ട്, നാം ഒന്നല്ലേ പിന്നെ നമുക്കൊന്ന്, അല്ലേ, നാം തന്നെ ഒന്നാണല്ലോ പിന്നെ നമുക്കെന്തിന് വേറൊന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ഒക്കെ പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാകും. അമ്മത്തൊട്ടിൽ പോയി ഒന്നെടുത്ത ആ പൂതി തീരൂല. അപ്പോ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് പലതും നിലനിൽക്കുന്നത്. കുടുംബം, ഗോത്രം, തറവാട്, സമുദായം, ഇതെല്ലാം നിലനിൽക്കുന്നത് സന്താനങ്ങളോടുള്ള മനുഷ്യന്റെ ഹുബ്ബ് കൊണ്ടാണ്. ഇനി ഇവിടെ പേരെടുത്ത് പറഞ്ഞ വേറെ ആലോചിച്ച് നോക്കൂ, സ്വർണവും വെള്ളിയും. ഇതിനോട് മനുഷ്യന് ഒരു താല്പര്യമില്ലായിരുന്നു വിചാരിച്ചോ? ഒരുപാട് സംരംഭങ്ങൾ കൂട്ടിപ്പോയിണ്ടാവും. ഏതോ ഒരാൾക്ക് വേണമെങ്കിൽ പൊന്ന് ധരിക്കണ ഇഷ്ടമല്ല എന്നൊക്കെ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞ മാതിരിയാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കണക്കൂട്ടാൻ പറ്റാത്ത കേസാണ്. അപ്പോൾ ഒരു മോള് പറയാണ്, എനിക്ക് മഹറായിട്ട് പൊന്നൊന്നും വേണ്ട, എനിക്ക് വളയിടുന്ന ഇഷ്ടമല്ല, കാത് ഞാൻ കുത്തിയിട്ടില്ല, കഴുത്തിലിടുന്നതും താല്പര്യമില്ല എന്നൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ പറയുന്നത് ഒരു മഹത്തരമായ കാര്യവും, അങ്ങനല്ലാതെ ഒരു വളയും മാലയൊക്കെ വേണമെന്നുള്ള തോന്നൽ ഒരു മോശവും ആയിട്ട് പറയാൻ പാടില്ല. കാരണം സ്വർണത്തോടും വെള്ളിയോടുമുള്ള ഇഷ്ടം അള്ളാഹു മനുഷ്യന്മാരെ മനസ്സിലിട്ട് കൊടുത്തതാണ്. അപ്പൊ എനിക്കൊരു മാല ഇടണമെന്ന് എനിക്ക് ബോധ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാല് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഓ, എനിക്കിപ്പോഴും ലോകം തിരിഞ്ഞിട്ടില്ല, ജീവിതം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും എനിക്ക് ഇതൊന്നും പോയില്ല എന്ന് പറയല്ല വേണ്ടത്. ഒരു വള, അധികമൊന്നും വേണ്ട, ഒരു വള ഇടണേ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു മനുഷ്യന്മാരെ മനസ്സിൽ ഉണ്ടായി കൊടുത്തൊരു സാധനം. അപ്പൊ ഖുർആൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കാൻ പാടില്ല. അള്ളാഹു തന്ന അലങ്കാരങ്ങളെ നിങ്ങൾ നിഷിദ്ധമാക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഈ വാഹനങ്ങളെ കുറിച്ച്, ഈ ഇൻഡസ്ട്രി തന്നെ ഭയങ്കര സംഭവമല്ലേ. വാഹനങ്ങൾ എല്ലാവർക്കും ഒറ്റ തരത്തിലുള്ള വണ്ടിയല്ലല്ലോ. അപ്പൊ കൂടുതൽ കൂടുതൽ നേടണമെന്നും കൂടുതൽ സമ്പാദിക്കണമെന്നുമുള്ള മനുഷ്യന്റെ മോഹം കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പുരോഗതി ഉണ്ടായത്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്, നമ്മുടെ ലോകം ഇത്രത്തോളം വികസിച്ചത്. ചില ആളുകൾ നിങ്ങൾ കാണൂലേ, എന്നുള്ള താല്പര്യമില്ല, എന്തൊക്കെ തിന്നും കുടിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, എന്ത് ആയാലും അങ്ങനെയുള്ള ആൾ ഒന്നും കണ്ടുപിടിക്കൂല. ഒന്നും കണ്ടുപിടിക്കും. ഒരു പുതിയ ജോലിക്കും പോവില്ല, ഒരു കച്ചവടത്തിലും പൈസ ഇടൂല. കാരണം എന്താണ്, ഒന്നുമില്ല, എന്ത് കഥ. അങ്ങനെയുള്ളവരാണ് ലോകത്തെല്ലാവരും എങ്കിൽ ഈ ദുനിയാവിന് പറ്റുമോ?
അപ്പൊ നമ്മളെ മഹല്ലിൽ ചിലപ്പോൾ ഏതോ ഒരാളൊക്കെ അങ്ങനെ ഉണ്ടാവും, ഒന്നിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതെ ഉള്ളത് ഒപ്പിച്ച് അങ്ങനെ ജീവിച്ച്. എന്തിനാ ഇപ്പൊ 2 കൂട്ടാൻ, ഒരു കൂട്ടാൻ തന്നെ പോരെ, അല്ലെ എന്തിനാ ഇപ്പൊ നീ കൂട്ടാൻ അക്കഞ്ഞിനുള്ള ഇതിൻ്റെ അകത്ത് തന്നെ ഒഴിച്ചാൽ കുടിച്ചാൽ ഞാൻ പോരെ എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ പിന്നെ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ നമ്മളങ്ങനല്ല ചിന്തിക്കുന്നത്. നമ്മളൊരു കൂട്ടാന്, പിന്നെ അതിൻ്റെ ഒരു പേര് വേണം, പിന്നെ അത് വേണം, പിന്നെ അതിൽ കുറച്ച് നെയ്യായ തിരക്കില്ല, എന്നാലും വൈകുന്നേരം ഇന്ന പലഹാരം വേണം, അപ്പൊ ഇന്നലത്തെ പലഹാരം ഒന്നും വേണ്ട ഇല്ലേ? മനുഷ്യനിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ കണ്ണട വാങ്ങാൻ പോയി നോക്കുമ്പോൾ കാഴ്ച മാത്രമാണെങ്കിൽ ഒറ്റ ഫ്രെയിം പോരെ, നാട്ടുകാർക്ക് എല്ലാവർക്കും ചില്ല് മാത്രമല്ലേ മാറ്റേണ്ടിയുള്ളൂ. ഇതങ്ങനല്ല, പലതരം ഫ്രെയിമുകൾ. അപ്പൊ അയാൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മാറ്റണം തോന്നും. ഇത് കൊണ്ടാണ് സമൂഹത്തിൽ എന്തുണ്ടാകുന്നത്? പുരോഗതി ഉണ്ടാകുന്ന, വികസനം. ഇതൊക്കെ അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്ന, നമ്മളെ മനസ്സിൽ അലങ്കാരമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എല്ലാ അലങ്കാരങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണം, വ്യവസ്ഥാപിതത്വം ഉണ്ടാകണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പെണ്ണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാണ്. ഇന്നലെ ഇന്നും മെഞ്ഞാന്നൊക്കെ ആയിട്ട് ചർച്ചയാണ്. അപ്പൊ പെണ്ണിന്റെ വിഷയം ചർച്ച വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? അതിന്റെ മറുപടി നിങ്ങളും ചെയ്തില്ലേ എന്നുള്ളതാണ്. തമ്മിലാണ്. ഒരു തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സമൂഹം എത്തിപ്പെടുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ആ തെറ്റുകളും ചെയ്തില്ലേ? ആ ശരിയാണല്ലോ, അപ്പൊ എന്നാ പിന്നെ നിങ്ങളും മുണ്ടണ്ട, നമ്മളും മുണ്ടണ്ട. പെണ്ണ് എന്ന് പറയുന്നതിനോട് അള്ളാഹു പുരുഷന്മാരുടെ മനസ്സിൽ ഒരു ഹുബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം അതിനെ കൃത്യമായ കള്ളിയിലും കോളത്തിലും നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ആരോടൊക്കെ തനിച്ചാകാം, ആരോടൊക്കെ ഒറ്റക്ക് സഞ്ചരിക്കാം, ആരോടൊക്കെ തൊടാം, ആരെയൊക്കെ നോക്കാം, ആരൊക്കെ തൊടരുത്, നോക്കരുത്. ഇത്തരം നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉടനെ പറയും, നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ഈ ജാതി പയഞ്ചൻ പരിപാടി അങ്ങനൊന്നുമില്ല. ഒരാണും പെണ്ണും ഒന്നിച്ച് എവിടെ ഓരോ സ്ഥലത്ത് പോയെന്ന് വെച്ചാൽ എന്താവാനാന്ന് ഈ പറയുന്നത്. എന്താവാനാന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. എന്താവാനാ? ഇപ്പൊ ദീനീ നിയമങ്ങൾ പഴഞ്ചനാണ്, അതൊക്കെ ഒരു പുരോഗതിക്ക് പറ്റാത്തതാണ്, അതൊന്നും ഒരു എന്താ പറയാ ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ ഹിജാബ് എന്നൊക്കെ പറയുക ഒരു ഭാഗത്ത്. എന്നിട്ട് തികഞ്ഞ അരാജകത്വം, ആർക്കും ആരുടെ കൂടെയും എവിടെയും പോകാം, എങ്ങനെയും താമസിക്കാം, അല്ലെ, ബെസ്റ്റി ആവാം, പിന്നെ അങ്ങനെ പലതും ആവാം. ഇങ്ങനെയൊക്കെ ആയാൽ സ്വാഭാവികമായും ആകുന്ന സാധനങ്ങളാണ് പിന്നെ വരുന്നത്. അപ്പൊ പരാതി, പ്രശ്നമായി, അതങ്ങനായി ഇങ്ങനായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഷഹവത്തുകളെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യം. ഭക്ഷണത്തിനെ പോലെ തന്നെയാണത്. വിശക്കുന്നവൻ ഭക്ഷണം കഴിക്കുക എന്നത് ഹലാലാണ്. വിശക്കുന്നവൻ ഭക്ഷണം നല്ലത് കഴിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. തൊയ്യിബായിരിക്കണം. ആ തൊയ്യിബ് ഫുഡിന്റെ ഡെക്കറേഷനിലോളം വികസിപ്പിച്ച് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹലാലൻ തൊയ്യിബ എന്ന് ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലേ? വെച്ചത് ബിരിയാണിയൊക്കെ അങ്ങനെയൊക്കെ ഭാര്യ വലിച്ച് വിളമ്പ് അല്ല വേണ്ടത്, അതതിന്റെ ഇഹ്സാനോട് കൂടിച്ച് വിളമ്പണമെന്നാണ്, അല്ലേ? എന്നിട്ട് ഒരു പുതിയൻ്റെ ഇല ഇങ്ങനെ ഒരു സൈഡിൽ വെക്കുക, അതൊക്കെ അതിന്റെ ഒരു പൂർണ്ണതയാണ്. ഇതൊക്കെ ഉള്ളതോടൊപ്പം ആരാൻ്റെതല്ല എന്നുണ്ട്. അപ്പൊ ഭക്ഷണ കാര്യം നിങ്ങൾക്ക് ഹലാലാക്കി, തൊയ്യിബാക്കി, അത് നിങ്ങൾക്ക് എല്ലാ നിലക്കും ഓക്കെ ആക്കി, പക്ഷേ ആരാൻ്റെ തരും. ഇതേപോലെ തന്നെയാണ് പെണ്ണിന്റെ വിഷയവും. പെണ്ണ് അതൊരു അലങ്കാരം എന്നുള്ള നിലക്ക് ഉപയോഗിക്കാം, ആസ്വദിക്കാം, സുന്നത്താണ്. കല്യാണം കഴിക്കാണ്ടിക്കലാണ് വിരോധിച്ചത്. കല്യാണം കഴിക്കാണ് വേണ്ടത്, പക്ഷെ ഹലാലായിരിക്കണം, വ്യവസ്ഥാപിതമായിരിക്കണം. ഒരാൾ വ്യഭിചാരത്തിലൂടെയും കുട്ടിയുണ്ടാവും, വിവാഹ ബന്ധത്തിലൂടെയും കുട്ടിയുണ്ടാവും. രണ്ടും ശാരീരികമായി നോക്കിയാൽ ഒരേ പ്രോസസ്സാണ്. പക്ഷെ ഒന്ന് മോശമാണ്, ഒന്ന് നല്ലതാണ്. എന്താ തമ്മിൽ വ്യത്യാസം? ഒന്ന് വ്യവസ്ഥാപിതമാണ്, നിയന്ത്രിതമാണ്, കൃത്യമാണ്. മറ്റേതിന് ഒരു വ്യവസ്ഥാപിതത്വം ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല,
ഇന്നത്തെ തോന്നലല്ല, നാളത്തെ തോന്നൽ. ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഞാനും വേറൊരാളും തമ്മിൽ ഇഷ്ടത്തിൽ ജീവിക്കുന്നു. ഓക്കെ, നിങ്ങളെ ഇഷ്ടം എപ്പാ നിൽക്കുക, ഏത് പോയിന്റിലാണ് നിൽക്കുക അറിയില്ലല്ലോ. അവിടെയാണ് ഈ തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നേർക്ക് നേരെ പച്ചയിൽ കാണുന്ന ആരോപണങ്ങളുടെ ഒന്നും അവസ്ഥ നമുക്കറിയില്ല. ആരെ പറ്റിയുള്ളതിനെ പറ്റി നമുക്കറിയില്ല. അതൊക്കെ ഗൈബാണ്, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത്, ഇതൊക്കെ ശരിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊക്കെ പ്രതി ചേർക്കപ്പെടുന്നത് യഥാർത്ഥ പ്രതികളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മോശത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മോശത്തരങ്ങളൊക്കെ ഈ ഹുബ്ബു ശഹ്വാത്തിനോടുള്ള നമ്മുടെ സമീപനം തെറ്റുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ സ്ത്രീയാണെങ്കിലും സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും ഇപ്പൊ നല്ല വണ്ടി വേണം. അതും ഈ പറയപ്പെട്ടതുപോലെ ഏത് ജാതി വേണമെന്ന് ചോദിച്ചാൽ മുസവ്വമത്തായിരിക്കണം, നല്ല ബ്രാൻഡഡ് വെഹിക്കിളായിരിക്കണം. പക്ഷെ പലിശക്കെടുക്കാൻ പാടില്ല. അതോട് കൂടിയിട്ട് നേരത്തതുപോലെയായി. അപ്പൊ വാഹനം ബ്രാൻഡഡ് ആവണം, നല്ലത്. വസ്ത്രം ബ്രാൻഡഡ് ആവണം, വളരെ നല്ലത്. നല്ല കുപ്പായം തന്നെയാണ് ഇടേണ്ടത്. നല്ല ഷൂ ധരിക്കണം, നല്ല കണ്ണട ധരിക്കണം, നല്ല പേന വേണം. ഒന്നും ഇസ്ലാം അതിനൊന്നും എതിർക്കുന്നില്ല. ഇത്ര ഉറുപ്പ്യൻ്റെതേ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭൗതികമായ വ്യവസ്ഥയിൽ പണക്കാരോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ ടാക്സിന്റെ താരിഫ് നോക്കിയാൽ മനസ്സിലാവും. ഇത്ര വരുമാനം വരെ ഇത്ര ശതമാനം, അത് കഴിഞ്ഞ് ഇത്ര വരുമാനം വരെ എന്ത് കൂടി, ശതമാനം കൂടൂലേ? പിന്നെ വരുമാനം കൂടിയ പിന്നെ ശതമാനം കൂടൂലേ? കള്ളക്കണക്ക് എഴുതുന്നതുകൊണ്ടല്ലേ? ഇല്ല, നേർക്ക് നേരെയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു 10 കോടി ഉറുപ്പ്യ വരുമാനമുള്ളവന് എത്ര കൊടുക്കണം? ഇസ്ലാമിലോ 100 ഉറുപ്പ്യ ആണെങ്കിലും വേണ്ടില്ല, 100 കോടി ആണെങ്കിലും വേണ്ടില്ല, 2% എന്നാൽ നിങ്ങൾ സമ്പന്നനായതുകൊണ്ട് നിങ്ങളോടൊരു വൈരാഗ്യം ഇസ്ലാം കാണിക്കുന്നില്ല. സമ്പത്തുണ്ടാക്കുന്നത് മോശമാണെന്ന് പറയുന്നില്ല. പണക്കാരൻ എന്ന് പറയുന്നത് ഒരു അശ്ലീലമാണെന്ന് പറയുന്നില്ല. നല്ല നല്ല വാഹനങ്ങളും നല്ല വീടും നല്ല വ്യക്തിയും ഒക്കെ ഉണ്ടാവണം. പക്ഷേ അതൊക്കെ എന്തായിരിക്കണം? നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കണം, ഹലാലായിരിക്കണം. ഇതാണ് പരമപ്രധാനം, ഇതുമാത്രമാണ് പ്രധാനം എന്ന വിചാരത്തോടെ ആകാൻ പാടില്ല. എല്ലാ ഭൗതിക വിഭവങ്ങളും തൊട്ടടുത്ത നിമിഷം നഷ്ടപ്പെട്ടു പോകാം. ഒരിക്കലും നഷ്ടപ്പെടാത്ത വിഭവം പരലോക വിഭവമാകുന്നു എന്ന ബോധ്യം ഉണ്ടാവണം. എനിക്ക് ശരിക്കും തന്നെ കിട്ടാനുള്ള വീട് ഈ വീടല്ല, പരലോകത്തുള്ള വീടാണ്. ആ വീട് നഷ്ടപ്പെട്ടു പോകും വിധമാകരുത് ഈ വീടിനോടുള്ള എൻ്റെ പെരുമാറ്റം. മനസ്സിലായോ? ഈ ശരിക്കും ഞാൻ വാങ്ങിയ BMW അല്ല എൻ്റെ ശരിക്കുള്ള വണ്ടി. ശരിക്കുള്ള എൻ്റെ വണ്ടി അവിടെ കിട്ടുന്നതിന് തടസ്സമാവാൻ പാടില്ല ഇവിടുത്തെ വണ്ടി. അങ്ങനെയാണ്. അപ്പൊ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഭൗതിക വിഭവങ്ങളോടുള്ള സമീപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, വിശ്വാസികൾ ഭൗതിക വിഭവങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നതല്ല. നല്ല ഭക്ഷണം കഴിക്കാത്ത, നല്ല വസ്ത്രം ധരിക്കാത്ത, നല്ലൊരു വീട് വെക്കാത്ത, കുടുംബമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നതും കല്ല് വെച്ച് കെട്ടിയതൊക്കെ പറയണില്ലേ? ഇത് അവിടെ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തതല്ല, ഫുഡ് ഇല്ലാത്തപ്പോ ചെയ്താണ്. ഒരു നബിയെ പറ്റിയും ഭക്ഷണം ഉണ്ടായിരിക്കെ നോമ്പെടുത്തിട്ടുണ്ട്, ഭക്ഷണം ഉണ്ടായിരിക്കെ തിന്നാതിരുന്ന ഒരു സംഭവവും ഇല്ല. ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം, മിതമായതായിരിക്കണം, അതൊക്കെ ശരിയാണ്, അതിൻ്റെ അതബുകൾ വേണം. പക്ഷെ ഭക്ഷണത്തോട് പുറംതിരിഞ്ഞു നിന്നിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം മധുരയിൽ ഹൽവ. അപ്പൊ അന്നേരക്ക് തേനും ഇഷ്ടമായിരുന്നു. അപ്പോ അങ്ങനെ എന്തിനോടെങ്കിലും ഒരു, നമ്മളതിപ്പോ മധുരമല്ല കേട്ടോ,
നബിസ്വലാസ്മക്ക് മധുരം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേക്കറി പോയി വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഇതാ സാധനമല്ല, ഇത് കൃത്രിമമായ സാധനം ആയതുകൊണ്ടാണ് പ്രശ്നം. അസിലല്ല എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. അസിൽ മധുരം പ്രശ്നമാവൂല. അസിൽ അല്ലാത്ത കൃത്രിമമായ സാധനം ഉപയോഗിക്കുന്നവർ അസിൽ ഉപയോഗിച്ചാലും ചിലപ്പോൾ പ്രശ്നമാവും. അതാണ്. അപ്പൊ ദുനിയാവിലെ ഒരു വിഭവത്തോടും ഇസ്ലാം പുറംതിരിഞ്ഞ് നിന്നിട്ടില്ല. അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കരുത് എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹു അനുവദനീയമാക്കിയ അലങ്കാരങ്ങളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അപ്പൊ പാട്ട് കേട്ടപ്പോ നബി പറഞ്ഞത് പാടിക്കോട്ടെ എന്നാണ്. ദഫ് മുട്ടിയ കുട്ടികളെ അടുത്ത് പോയിട്ട് റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നാണ്, അല്ലേ? യാത്ര പോകാൻ ഖുർആൻ പ്രേരിപ്പിച്ചതാണ്. സിറു ഫില്ലറു, നിങ്ങൾ ടൂറിന് പോയിക്കൊള്ളി എന്നാണ്. പരമാവധി സ്ഥലങ്ങൾ പോവുക, കാണുക, മനസ്സിലാക്കുക, ആസ്വദിക്കുക. പക്ഷെ പരലോക വിഭവങ്ങളെ നഷ്ടപ്പെടുത്തും വിധമാകരുത്. ഞങ്ങൾക്ക് ഇതാ കിട്ടിപ്പോയി, ഇതാണ് ഭയങ്കര സംഭവം, നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് കിട്ടാത്തവനോട് പറയാനും പാടില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിൽ കിട്ടാത്ത തടയപ്പെട്ടവർക്കുള്ള വിഹിതം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും വേണം. ആ വിഭവങ്ങൾ അവർക്ക് കൂടി ഉള്ളതാണ്, നിങ്ങൾ സ്വന്തം ചെലവാക്കി തീർക്കാനുള്ളതല്ല. ഭൗതിക വിഭവങ്ങളോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും. നമ്മൾ തന്നെ ചെലവാക്കി തീർക്കാൻ വേണ്ടി മെനക്കെടുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ ഏർപ്പാടുകളും അനാചാരങ്ങളും ആർഭാടങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ ഒരാളും പണിക്ക് പോകാണ്ടിരിക്കരുത്. അത്യാവശ്യം വാടകയും വരുമാനമൊക്കെ കിട്ടാനുള്ളവരും എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു വരുമാനം പുതിയതായിട്ട് ഉണ്ടാക്കാൻ, പൈസ നശിപ്പിക്കാതെ പുതിയതായിട്ട് ഉണ്ടാക്കാനും നിർമ്മാണാത്മകമായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടത്തിലോ എന്തെങ്കിലും സംഗതിയിലൊക്കെ ചേർന്ന് പോകും. പക്ഷേ ഇതിനൊക്കെ കൂട്ടത്തിൽ ഞാൻ പക്ഷേ എന്ന് പറയേണ്ടി വരുന്നത് എന്താണ്? നിയന്ത്രിതമായിരിക്കണം. ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കണം. ഹലാലായിരിക്കണം. ഹറാമ് കടന്നുകൂടാൻ പാടില്ല. ത്വയ്യിബല്ലാത്തത് കടന്നുകൂടാൻ പാടില്ല. ഈ ഭൗതിക വിഭവങ്ങൾക്കപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് വിചാരിക്കാനും പാടില്ല. ലഭിച്ച അലങ്കാരങ്ങൾ ലഭിക്കുമ്പോൾ ഹംദ് ചെയ്തതുപോലെ അത് കൈമോശം വന്നു പോകുമ്പോഴും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സംഭവമായി, കിട്ടാത്തപ്പോ പിന്നെ അവനെ ബൈക്ക് കാണുന്നില്ല എന്ന് വരരുത്. ആളെ മുഖത്ത് വെക്കാൻ പറ്റുന്നില്ല, ജുമക്ക് വരാൻ പറ്റുന്നില്ല, അങ്ങനൊന്നും ഉണ്ടാവരുത്. വരുമാനം വർദ്ധിച്ചു, അൽഹംദുലില്ലാ, എപ്പോഴും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി. എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ ഖളാ അല്ലാണ്ട് നടക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളിലും എന്തുണ്ട്? അതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വർഗത്തെ സംബന്ധിച്ച്. ആ സ്വർഗത്തിൽ നല്ല നല്ല വിഭവങ്ങളുണ്ട്, ഉത്തമമായ പരിശുദ്ധരായ ഇണകളുണ്ട്. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ സ്വർഗത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കപ്പെടുന്ന ഇണകളാണോ, ദുനിയാവിൽ കൂടെ ജീവിച്ച ഇണകളാണോ നല്ലത്? ഏതായിരിക്കും നല്ലത്? ചുരുക്കിയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇത് തന്നെ ആണെങ്കിൽ എന്നുള്ളത് അങ്ങനല്ല. നല്ലത് ആരാണ്? ഇവിടത്തെ ഇണകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇതിനേക്കാൾ നല്ല ഇണയെ തരണേ. അപ്പൊ ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലാഹുമ്മ ബദൽഹു അല്ലേ സൗജൻ ഖൈറൻ മിൻ സൗജി. പടച്ചോനെ, ഈ മയ്യത്തിന് ഉള്ള ഇണയേക്കാൾ നല്ല ഇണയെ കൊടുക്കണേ. ഓളപ്പുറത്തിരിക്കുന്നുണ്ട്. മരിച്ച മനുഷ്യനെ മയ്യത്താണ് വെച്ചിട്ട് ദ്വാരക്കാണ്. ഈ മയ്യത്തിന് എന്ത് ചെയ്യണം? ഇപ്പോഴുള്ള ഇണയേക്കാൾ ഉത്തമമായ ഇണയെ കൊടുക്കണേന്ന്. ആരാടി ഇരിക്കുന്നുണ്ട്? ചിലപ്പോ ഭാര്യനേക്കും ദ്വാരക്കുണ്ടാകുക. അർത്ഥം അറിയാത്തോണ്ട് കഴിച്ചതായില്ലേ? അർത്ഥം അറിയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ ഈ പറയുന്നേ? പടച്ചോനെ, മൂപ്പരിക്ക് എന്നേക്കാൾ നല്ല ഇനെ കൊടുക്കണേ എന്നല്ലേ പറയണേ? എന്താ പറയണത്? ആ പറയുന്നത് വേറെ ഒരാളെ കൊടുക്കണേന്നല്ല, വേറെ ആളെ കൊടുക്കണേന്നല്ല.
ദുനിയാവിൻ്റെതായ പരിമിതികളും പോരായ്മകളും ചേരായ്മകളും ഒക്കെ നികത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടേക്ക് ഏറ്റവും ബെറ്റർ ആക്കിയിട്ട് കൊടുക്കണമെന്ന്. കാരണം അവിടെ പിന്നെ പരാതികൾക്ക് ഉള്ള ഇടം പാടില്ല. അവിടെ സഹിച്ച്, ദുനിയാവ് എന്ന് പറയുന്നത് പരമാവധി സൈക്കിളാണ്. പരമാവധി എന്താ പറയാ, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ സഹിക്കാൻ കഴിയാത്തവന് ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. ഭാര്യ ഭർത്താവ് മാത്രമല്ല, മക്കള്. ഇപ്പൊ ഒരു വണ്ടിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അപ്പുറത്തും കൊണ്ട് വരുന്ന വണ്ടിക്കാരൻ നമ്മൾ സഹിക്കണം, എന്നാലല്ലേ കഴിയൂ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സൊഫിൽ തൊട്ടടുത്തിരിക്കണവനെ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലേ? ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ് എടുക്കണമെങ്കിൽ സഹിക്കണ്ടേ? സഹിക്കുക എന്ന് പറയുന്നത് ഇല്ലാതെ കഴിയില്ല. അപ്പൊ ഇത് ദുനിയാവിന്റെ പ്രത്യേകത. പക്ഷെ സ്വർഗത്തിൽ ചെന്നാലും അങ്ങനല്ല. സ്വർഗത്തിൽ നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് മുത്തഖീങ്ങളുടെ പ്രാർത്ഥന, അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നന, നിശ്ചയമായും ഞങ്ങൾ, ആമന്ന, വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അമ്ന് എന്ന് പറയുന്നതിന്റെ അർത്ഥം നിർഭയത്വം എന്നാണ്. ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അത്? അതായത് ദുനിയാവിലെ വിഭവത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ട്. എന്താ മനസ്സമാധാനം? ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും, അവിടുത്തെ വിഭവമാണ് നല്ലത്. ദുനിയാവിൽ ഒരുപാട് ആളുകൾ ഭൗതിക വിഭവങ്ങളും കൊണ്ട് അർമാദിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നിർഭയത്വമുണ്ട്. കാരണം അവരുടെ ഈ അഴിഞ്ഞാട്ടം കൊണ്ടൊന്നും ഞങ്ങളൊന്നും ചെയ്യാനാവൂല. ഞങ്ങൾക്ക് റബ്ബുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കാണാതെ തന്നെ നിർഭയത്വം അനുഭവിക്കുന്നവരാണ്. അതാണ് ആമന്ന, ഞങ്ങൾ നിർഭയരാണ്, ഞങ്ങൾക്ക് അമ്ന് ലഭിച്ചിട്ടുണ്ട്. ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. വീഴ്ചകൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും, പൊറുത്തു തരണം. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിഷേധികളും വിശ്വാസികളും നേർക്കെ നേരെ നിൽക്കുമ്പോൾ നിഷേധികൾ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല, വിശ്വാസികളാണ് പാപം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വിശ്വാസികളാണോ പാപം ചെയ്തത്? അങ്ങനല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് കൂട്ടര്. ഒരു കൂട്ടര് പാപം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ പറയണില്ല. മുഅ്മിനീങ്ങളാണ് പാപം പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുഅ്മിനീങ്ങളാണോ പാപം ചെയ്തത്? അതുകൊണ്ടല്ല. നിഷേധികളെ സംബന്ധിച്ച് അവരുടെ ഒരു ആലോചനയിൽ തന്നെ പരലോകമോ പാപമോചനമോ വരുന്നില്ല. അവര് ദുനിയാവിൽ കിട്ടിയ വിഭവങ്ങൾ തന്നെ വലിയ സംഗതിയാക്കി വെച്ചിരിക്കുക. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരെന്ത് ചെയ്യാണ്? പരലോക വിഭവമാണ് പ്രധാനം. ആ പരലോക വിഭവം കിട്ടുന്നിടത്ത് എനിക്കൊരു പോരായ്മ വരാൻ പാടില്ല. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ, ആലോചിച്ചു പോയ തെറ്റുകൾ, ചിന്തയിൽ വന്നുപോയ തെറ്റുകൾ, ഒരാളെ കുറിച്ച് ഊഹിച്ചിട്ട് സംഭവിച്ചു പോയ തെറ്റുകൾ, വളരെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളിൽ നിന്നുമുള്ള മോചനം. വഖിന, ഞങ്ങളെ നീ രക്ഷിക്കണമേ, അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നരകവും നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് കുറെ തീയുണ്ട്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോവാന്നുള്ളതാണ്. അങ്ങനെയല്ല. തീയിന്റെ ശിക്ഷയുടെ ഗ്രേഡുകൾ വ്യത്യാസമുണ്ട്. ഒരു പുരാണ കഥ ഉണ്ട്. അതിൽ നരകത്തിന്റെ കാവൽക്കാരനോട് ഒരാൾ പോയിട്ട് തീ ചോദിക്കുന്നു. കഥയാണ് കേട്ടോ. അപ്പൊ നരകത്തിന്റെ കാവൽക്കാരൻ പറയുന്നത്, ഇവിടെ തീയൊന്നുമില്ലല്ലോ. അല്ല, നരകല്ലേ, ഇവിടെ വരുന്നവനാ തീയും കൊണ്ട് വരുന്നത്. ഓരോരുത്തരും അവനാന്റെ തീയായിട്ടാണ് വരുന്നത്. അങ്ങനെ നരകവാസികൾ എല്ലാവരും കൂടി ഇവിടെ വരുമ്പോ ഇവിടെ മൊത്തം എന്താണ്? തീയാവാണ്. ഈ പറഞ്ഞതൊരു കഥയാണ്. പക്ഷെ ആ കഥയിലുള്ളൊരു പാഠം, ഓരോരുത്തരും അവനവന്റെ തീയുമായിട്ടാണ് പോണത്. എല്ലാവർക്കും ഒരേ ശിക്ഷ അല്ല, എല്ലാവർക്കും ഒരേ അളവല്ല.
വ്യത്യസ്ത തട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും നീയത്തിന്റെയും തോന്നലിന്റെയും ചെയ്തികളുടെയും ഫലമായിട്ട് ആണ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക. ആ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. 17-ാമത്തെ ആയത്തില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇതാരൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നതാണ്. ആരാണ് സ്വാബിറുകൾ, ആരാണ് സ്വാദിഖുകൾ, ആരാണ് ഖാനിത്തുകൾ എന്നൊക്കെയുള്ള വിശദീകരണമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.